Hello, good morning. Shiba മാം വെരി ഗുഡ് മോർണിംഗ് സജ്ന മാം. സ്റ്റാർട്ട് ചെയ്യാല്ലേ മാം? ക്ലിയർ അല്ലേ അല്ലേ? ഓഡിബിൾ അല്ലേ? ക്ലിയർ ആണ് മാം. ഓഡിബിൾ ഓക്കെ ആണ്, ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ. യാ സ്റ്റാർട്ട് ചെയ്യാം. So everyone, a very good morning and happy Christmas to all of you. അപ്പൊ ഇന്നൊരു വളരെ നല്ലൊരു ദിവസമാണ്. എല്ലാ ദിവസവും നല്ലതാണ്, ബട്ട് ടുഡേ ഇസ് എ ഡേ സെലിബ്രേറ്റഡ് ബൈ ദ ഹോൾ വേൾഡ് അല്ലേ? അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു സന്ദേശവും കൊണ്ട് അതെങ്ങനെ അല്ലെ, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഒരു സമാധാനം വേണം, ഒരു ശാന്തത കിട്ടണം ജീവിതത്തില്, സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, മനസ്സിലുള്ള വേദനകൾ, പരാതികളൊക്കെ മാറി ജീവിതം വളരെ സുന്ദരമാവണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും. അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? പക്ഷെ ജീവിതത്തിൽ പല രീതിയിലും പല പ്രതിസന്ധികളും പല വേദനകളും ഒക്കെ വന്നു ചേരാറുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹീലിംഗ് അല്ലെ? ഇന്നർ റീസെറ്റ് ആൻഡ് ഹീൽ ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ നിന്നും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രക്രിയ. ഇപ്പം ഇപ്പം നിമിഷങ്ങൾക്ക് മുന്നേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു. ആ മെഡിറ്റേഷനിലൂടെ ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഒരു സമാധാനം കിട്ടാൻ അല്ലേ? ഒരു ഒരു ദിനത്തിന്റെ തുടക്കം തന്നെ ഒരു തുടക്കം ശാന്തതയോടുകൂടി തുടങ്ങിയാൽ ദിവസം മുഴുവനും നമുക്ക് ശാന്തതയും സ്ട്രെസ് ഫ്രീയും ആവാൻ ഉള്ളൊരു പ്രാർത്ഥനയും കൂടിയാണത് അല്ലെ? ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷീബ. ഞാനൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനറാണ്. പിന്നെ വെമ്പിൾ അക്കാഡമിയുടെ ഫൈസൽ സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു നമ്മളുടെ ജീവിതമൊക്കെ ഒന്ന് സന്തോഷകരമാക്കാനും നമ്മളുടെ മനസ്സിന് സ്വയം ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒരു ടെക്നീക്കും കൊണ്ടാണ്. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവാം, ചിലർ കേട്ടിട്ടുണ്ടാവില്ലേ. ഹോപ്പനോപ്പനോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. മെഡിറ്റേഷൻ എന്ന് പറയാം, പക്ഷെ അത് മെഡിറ്റേഷൻ പ്രക്രിയയിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾക്ക് ദിവസം എന്തിൻ്റെ ഇടയിലും, എന്ത് ചെയ്യുന്നതിൻ്റെ ഇടയിലും, നമ്മുടെ ജീവിതത്തിന് സാധാരണ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിൻ്റെ ഇടയിലും ആ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എത്ര പേർക്ക് ശരിക്കും അറിയാം, കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രക്രിയയെക്കുറിച്ചിട്ട്? ഹോപ്പനോപ്പൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് എത്ര പേർക്കറിയാം? വോയിസ് വോയിസ് ലൂടെ വരാം, അല്ലെങ്കിൽ ചാറ്റിലോ നിങ്ങൾക്ക് പറയാം. ആർക്കെങ്കിലും അറിയോ, കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ ഹോപ്പനോപ്പനോ? ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിന്റെ. അത് മന്ത്രം പോലെ ഉച്ചരിക്കുന്നതാണ്. അതെ അതെ, ഒരു ഹോപ്പനപ്പനോ എന്ന് മന്ത്രയാണത്. പറഞ്ഞിട്ട്. അതെ അതെ. ആ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇത് ഇല്ല ശ്രമിച്ചിട്ടുണ്ടോ അത്? ഇല്ല 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 ഇല്ല, ഇല്ല ഇല്ല. കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? ആ ആരും ആ. ആരും ആ, പറഞ്ഞോളൂ. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഒരാൾ മാത്രമേ കേട്ടിട്ടുള്ളൂ? ഓക്കെ. ഷീബ മാം ഷെയർ ചെയ്യുന്നുണ്ടോ സ്ക്രീൻ? അതെ അതെ, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. 1 സെക്കൻഡ്, ഞാൻ ഹോസ്റ്റ് ആക്കാട്ടോ. ഓക്കെ ഓക്കെ. സോറി, ഞാൻ ആദ്യം ഇൻഫോം ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ ഓക്കെ. എന്തായാലും ഈ ഒരു ഷെയർ ടെക്നിക്ക്, ഒരു ചെയ്തോളൂ മാം. മെഡിറ്റേഷൻ. ഓക്കെ. ഇനി ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞതാ.
താങ്ക് യു. സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഓക്കെ, സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? കാണാം. ഓക്കെ. സോ വാട്ട് ഈസ് ഹോപ്പനോപ്പനോ? അതൊരു ഹവായൻ പ്രാക്ടീസ് ആണ്. ഒരു ഹവായ് എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു പ്രാക്ടീസ് ആണ് തുടങ്ങിയത്. നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളോടും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് പലരോടും വെറുപ്പ് തോന്നിയിട്ടുണ്ട്, ദേഷ്യം, വിരോധം. നമ്മളോട് തന്നെ, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് തന്നെ നമ്മൾക്ക് ഒരുപാട് നമ്മളോട് തന്നെ ഒരു ഞാൻ എന്തിനിത് ചെയ്തു എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള ചെറുതിലേ തൊട്ടേയുള്ള ആ ഒരു ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഇന്നിങ്ങനെ ആയത് എന്നൊക്കെയുള്ളൊരു തോന്നൽ എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഒരു തോന്നലില്ലാത്തവരായിട്ട് ആരുമില്ല. ഇനി ആരോടെങ്കിലും നമ്മൾക്കൊരു വെറുപ്പോ വിദ്വേഷമോ പരാതിയൊക്കെ തോന്നുന്നവരോ പല കാര്യങ്ങളും ഒരാളുടെ ജീവിതത്തിൽ പലതും ഉണ്ടാവും. അവിടെ നമുക്ക് അവരോട് മാപ്പ് കൊടുക്കാൻ, അവരെൻ്റെ അടുത്ത് മാപ്പ് പറയാത്തിടത്തോളം ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് വർഷങ്ങളിനെ കൂട്ടി വന്ന് നമ്മുടെ ശരീരത്തിലും നമ്മളുടെ മനസ്സിലും ഇതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ആ വ്യക്തി നമ്മളോട് ഒരു കാലത്തും മാപ്പ് വന്ന് പറയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അവരോടത്ത് ഒരു രീതിയിലും ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം മാറുന്നില്ല. ഇതൊക്കെ അടിഞ്ഞുകൂടിയിട്ടാണ് പലപ്പോഴും നമ്മൾക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സും പിരിമുറുക്കവും അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന പല രോഗങ്ങൾ പോലും ഈ ഇത്തരത്തിലുള്ള അൺഹീൽഡ് ആയിട്ടുള്ള ഒരുപാട് ട്രോമാസ് അല്ലെങ്കിൽ വേദനകളൊക്കെ കൊണ്ടാണ്. ഒരുപാട് ഇപ്പം സയന്റിഫിക്കലി അതൊക്കെ പ്രൂവൺ ആണ്. ഇപ്പൊ സൈക്കോളജി ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് പണ്ട് കാലം എത്രയോ വർഷം പഴക്കമുള്ള ഒരു പ്രാക്ടീസാണ്. ഇതിപ്പം പെട്ടെന്ന് വന്നൊരു പ്രാക്ടീസ് ഒന്നുമല്ല, എത്രയോ വർഷം പഴക്കമുള്ള ഒരു പ്രാക്ടീസാണിത്. ഇത് പലരും ഇത് ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങൾ വളരെ കൃത്യമായിട്ട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഇതൊന്ന് വരുന്നുണ്ട്. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നീക്കായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് ഈ ഒരു പ്രാക്ടീസ് ചെയ്തതിനെ കൊണ്ട് ഒരുപാട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ശാന്തിയും സമാധാനം നമുക്ക് സ്വയം കിട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇതായിരിക്കും എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു മെഡിറ്റേഷൻ നമ്മുടെ ഒരു സ്പേസ് കാണേണ്ട, ഒരു ടൈം കാണേണ്ട, ഒന്നും കാണേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഒരു ഫോക്കസ്ഡ് ഓൺ ഇന്നർ ഹീലിംഗ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സ്വയം ഉത്തരവാദിയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ പ്രവൃത്തികൾക്ക് സ്വയം ഉത്തരവാദികളാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് ആണ് ആദ്യത്തെ പടി. ഇതിൻ്റെ മനസ്സുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും അത് നമ്മൾ വിചാരിക്കും അത് നമ്മൾ എതിരെ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ കാരണമാണ്, അല്ലെങ്കിൽ സാഹചര്യം കാരണമാണ് ആ ഒരു കാര്യം മോശമായിട്ടുള്ളൊരു പ്രവൃത്തി സംഭവിച്ചെന്നുള്ളൊരു തോന്നലാണ് നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാവുക. നമ്മളാണ് തെറ്റുകാർ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നുള്ളത് അംഗീകരിക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. സത്യം തന്നെയായിരിക്കാം, എതിരെ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സമൂഹമോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടായിരിക്കാം സംഭവിച്ചത്. പക്ഷെ എന്നാലും അതല്ല സത്യം. നമ്മളുടെ ലൈഫ് എക്സിസ്റ്റൻസ് എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ജീവിതത്തിലേക്ക് നമ്മൾക്കൊരു ജീവിതം കിട്ടിയത് തന്നെ ഇതൊക്കെ ഒരു മനുഷ്യനായി ജനിച്ചാൽ ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ്. ആർക്കും ലൈഫ് എളുപ്പമല്ല. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അത് നമ്മൾ എങ്ങനെ ഫോർഗിവ് ചെയ്യാം, മനസ്സിനെ ശാന്തമാക്കാം, ജീവിതത്തിന് വളരെയധികം പോസിറ്റീവായി കൊണ്ടുവരാം. എന്ത് സംഭവിച്ചാലും അത് ആക്സെപ്റ്റ് ചെയ്ത്, അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ ഒന്ന് ശാന്തമാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ റിസ്റ്റോർ ബാലൻസ്, പീസ് ആൻഡ് ഹാർമണി. ആൾക്കാരുടെ ഇടയിലുള്ള നമ്മളുടെ
എല്ലാവരും, പ്രത്യേകിച്ച് നമ്മളെ കൂടെ ജീവിക്കുന്നവർ, നമ്മൾ സ്വന്തം എന്ന് പറയാം, നമ്മൾ വീട്ടിൽ തന്നെ ജീവിക്കുന്നവരോട് പോലും നമുക്കൊരു ഹാർമണി. ഇപ്പൊ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? വീട്ടിൽ ഉള്ള മാതാപിതാക്കളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, ഒരുപാട് പ്രയാസങ്ങളാണ്. തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും തമ്മിൽ എന്നും അടിയും വെറുപ്പും വിദ്വേഷവും ഇതൊക്കെ തന്നെ നമുക്ക് കേൾക്കാനുള്ളൂ. അതേ കേൾക്കാനുള്ളൂ. സത്യം ആർക്കും ആരെയും കാണാനുള്ളൊരു താല്പര്യം, സംസാരിക്കാൻ പോലും നേരമില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ല. ഇതെങ്ങനെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം? അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളും മാനസിക പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് ആണ്. അപ്പോൾ ഹോപ്പുനൊപ്പനോ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ വിചിത്രമായ, കേൾക്കാൻ ഒരു പ്രത്യേകതയുള്ള ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഹോ എന്ന് പറയുന്നത് ടു മേക്ക്. അവരുടെ ഹവായൻ ഭാഷയിൽ ഹോ എന്ന് പറഞ്ഞാൽ ടു മേക്ക്. പോണോ? റൈറ്റ്, കറക്റ്റ്, ബാലൻസ്. ഒരു ശരിയായ ഇത് കൊണ്ടുവരാം. അപ്പോൾ ഹോപ്പുനൊപ്പന ടു മേക്ക് തിങ്സ് റൈറ്റ്, എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു, അതാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട് അതിന്റെ ഒരു എന്തിനാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്? എല്ലാം ഒന്ന് ശരിയാക്കാൻ, നമ്മുടെ ജീവിതം ഒന്ന് ശരിയാക്കാൻ, സമാധാനപരമായി കൊണ്ടുവരാൻ. ഇതിന്റെ ഒരു കോർ ഫിലോസഫി എന്ന് വെച്ചാൽ, ഈ ഒരു പ്രാക്ടീസ് കൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നതിനെ കൊണ്ടുള്ള കാര്യം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ആദ്യം തന്നെ നമ്മളാണ് 100% റെസ്പോൺസിബിൾ ഫോർ യുവർ എക്സ്പീരിയൻസസ്. എന്ത് സംഭവിച്ചാലും അത് നമ്മൾ തന്നെയാണ്. അത് ആ ഉത്തരവാദിത്തം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റൻസ് ഇസ് ദ ഫസ്റ്റ് തിങ്. നമ്മൾ ആദ്യം ഒരു ദേഷ്യം ഒരുപക്ഷെ നമ്മളുടെ മുഖത്ത് ഉണ്ടായ, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളുടെ ഒരു മുഖഭാവം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ആയിരിക്കാം മറുഭാഗത്ത് നിൽക്കുന്ന ആ വ്യക്തിക്ക് നമ്മളോട് ഒരു വെറുപ്പ്, അല്ലെങ്കിൽ അവിടെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത് നമ്മളുടെ എന്തെങ്കിലും ചെറിയൊരു കാര്യം കൊണ്ടായിരിക്കാം എന്നൊരു ആക്സെപ്റ്റൻസ് നമ്മൾ കൊണ്ടുവരാം. നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ഹീലിംഗ്, ഉള്ളിൽ നിന്ന് തന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെ മനസ്സിനൊന്ന് ശാന്തമാക്കി കൊണ്ടുവരാം. അതാണ് ഈ ഹോപ്പുനൊപ്പന പ്രാക്ടീസ്. പിന്നെ ക്ലിയറിംഗ് മെമ്മറീസ്, ക്ലിയർ പ്രോബ്ലംസ്. നമ്മളുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നും പഴയ കാര്യങ്ങളിലോട്ടേക്ക്, പഴയത് ചിന്തിച്ച് അതായത് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് പ്രസന്റിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഉള്ളൊരു ആദിയാണ് നമുക്കൊക്കെ. പണ്ടെപ്പോ ഇങ്ങനെ സംഭവിച്ചു, അതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ പ്രസന്റിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കും ഫ്യൂച്ചറിൽ അങ്ങനെ, പണ്ടെപ്പോ അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വൃത്തികെട്ടൊരു സ്വഭാവം നമ്മളെല്ലാവർക്കും ഉണ്ട്. ആർക്കും ഇല്ല എന്ന് പറയണ്ടേ, എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അതല്ലേ. അപ്പോൾ ആ മെമ്മറീസിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അങ്ങനെ ഒരു പഴയ പാസ്റ്റായിട്ട് നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പഴയ മോശമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. പക്ഷെ അതിന് പകരം നമ്മളെപ്പം നെഗറ്റീവാണ് നമ്മളുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും വരുന്നത്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ഓപ്പണല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ മന്ത്ര. നേരത്തെ അൻസാർ സാർ പറഞ്ഞ ഒരു മന്ത്രയാണ്. ആ മന്ത്ര ഉരുവിടുക എന്നുള്ളതാണ്. ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന 4 വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്താണ്? ഐ ആം സോറി, എന്നോട് ക്ഷമിക്കും. പ്ലീസ് ഫോർഗീവ് മീ, അല്ലേ? എന്നോട് ക്ഷമിക്കും. താങ്ക് യു, നന്ദി, അല്ലേ? ഐ ലവ് യു. അപ്പൊ ഇത് 3 അറിയാത്ത, ഈ 4 കാര്യങ്ങളും കേൾക്കാത്തതോ പറയാത്തതോ അറിയാത്തവരായിട്ടോ ഈ ലോകത്ത് ആരുമില്ല, അല്ലേ? ഐ എം സോറി, ആരോടാ നമ്മൾ പറയുന്നത് ഐ എം സോറി എന്നുള്ളത്? നമ്മളെ മുന്നിൽ വ്യക്തികൾ ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഉരുവിടുകയാണ്, ഒരു മന്ത്രം ഉരുവിടുകയാണ്. ഐ എം സോറി. ആദ്യം നമ്മളോട് തന്നെ സോറി പറയാണ്. ഇങ്ങനെ ഒരു കാര്യം എന്നോട് തന്നെ ചെയ്തതിന് നമ്മളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മെമ്മറീസും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്നാൾ പണ്ടെപ്പോ എത്രയോ വർഷങ്ങൾ മുന്നേ സംഭവിച്ച കാര്യമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാലും അയാൾ എൻ്റെ അടുത്ത് ഇത് ചെയ്തല്ലോ, അയാളെ ഞാൻ വെറുതെ വിടില്ല, അയാളെ ഞാൻ കാണട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എനിക്ക് അയാളെ കാണണ്ട. ഇതൊക്കെയായിരിക്കും നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന തോട്ട്സ്. അതിന് പകരം നമ്മൾ ആദ്യം തന്നെ നമ്മളോട് തന്നെ സോറി പറയാം. സോറി,
എന്തിന് നമ്മൾ ആ അത്തരത്തിലുള്ള തോട്ട്സ് കൊണ്ടുവന്നതിൽ തന്നെ നമ്മൾ ആദ്യം സോറി പറയാം. ഇവിടെ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ തന്നെ താനേ നമ്മൾ മറ്റുള്ളവർക്കും നമുക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഈ ഒരു ഹീലിംഗ് നടന്നു കിട്ടണം. പിന്നെ നമുക്കിതൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാലും നമുക്ക് അവരോടൊന്നും മനസ്സിൽ അവരോട് ഒരു വിദ്വേഷമൊന്നും തോന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യം. നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതൊക്കെ പുറത്തേക്ക് കളയാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ. എന്നോട് ഞാൻ ചെയ്തു പോയ, അതായത് ഇങ്ങനൊരു അവസ്ഥയിലോട്ടൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും എത്തിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, എല്ലാവരും കേൾക്കുന്നതാണ് എപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എല്ലാവരോടും. ഒരു പക്ഷേ ആ വ്യക്തി നമ്മൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആ വ്യക്തിയോട് നമുക്ക് വെറുപ്പോ വിദ്വേഷമോ തോന്നിയിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ ബോൾഡായിട്ടുണ്ടാവും. ഒരുപാട് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. ആ ഒരു വ്യക്തി കാരണം എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായും ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആരോടൊക്കെയാണോ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം തോന്നിയിട്ടുള്ളത്, ആ ഒരൊറ്റ വ്യക്തി കാരണം, അല്ലെങ്കിൽ സമൂഹം നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരൊറ്റ വേദന കൊണ്ടായിരിക്കാം നമ്മൾ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ എപ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. താങ്ക് യു നമ്മളോട് തന്നെയാണ് താങ്ക് യു പറയുന്നത്. എന്തിനാ? ഫോർ ദ റിയലൈസേഷൻ. നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു എന്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളോട് തന്നെ താങ്ക് യു പറയണം. ഐ ലവ് യു എന്ന് പറയുമ്പോൾ അത് ആദ്യം എന്നോട് തന്നെ സ്വന്തത്തോട് തന്നെ ഐ ലവ് യു പറയാണ്. ആ ഐ ലവ് യു സ്വന്തത്തോട് പറയുമ്പോഴും നമ്മളെ മനസ്സിൽ ആരോടെങ്കിലും ഒരു പ്രത്യേകമായിട്ട് വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയുടെ മുഖം, ഒരിക്കലും ഇനി ആ വ്യക്തിയുടെ മുഖം എനിക്ക് കാണണ്ട എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും നമ്മൾ ആ വ്യക്തിയോട് മനസ്സുകൊണ്ട് നമ്മൾ എന്താണ് ഐ ലവ് യു പറയുന്നത്. ഇത് 2 വേ ആണിത്. നമ്മളോട് തന്നെ ഇത് 4 കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആരോടൊക്കെയാണോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ്, മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗിൽ അവരെ കൂടി നമ്മൾ മനസ്സിൽ കാണും. എല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് വരണം. എന്തും നമ്മളുടെ ഉള്ളിൽ നിന്ന്, ഫ്രം ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മളിതിങ്ങനെ എന്ത് വരണം, കൂടുതലായിട്ട് നമ്മൾ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഹൗ ഓപ്പൺ വർക്ക്സ്? അക്നോളജ് റെസ്പോൺസ്. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു. ആദ്യം നമ്മളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. എന്തൊക്കെ അക്നോളജ് ചെയ്യുക, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുക. റിലീസ് ഇമോഷണൽ മെമ്മറീസ്, അതും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പഴയ മെമ്മറീസ് ഒക്കെ റിലീസ് ചെയ്യും. ഈ ഒരു ടെക്നീക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ മന്ത്രം നമ്മൾ ഉരുവിടുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഇങ്ങനെ അയഞ്ഞു വരും. നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളല്ലേ, എല്ലാം ഇങ്ങനെ അയഞ്ഞ് വരട്ടെ, അയച്ചിടൂ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സൊക്കെ, നമ്മളെ തോട്ട്സ് ഒക്കെ ഒന്ന് ക്ലാരിറ്റി വരും. വെറുതെ ആയിരുന്നു ഇത്ര കാലം നമ്മൾ ആ ഒരു മനസ്സിൽ ആ വിദ്വേഷം വെച്ച് നടന്നെന്നൊക്കെയുള്ള തോന്നൽ വരും. നമ്മുടെ മനസ്സിന് ശാന്തമാവും, ക്ലിയറാവും. പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ പോലും നമുക്കൊരു മനസ്സിലൊരു വിദ്വേഷം ഒന്നും തോന്നില്ല. ക്ലിയർ ആയിരിക്കും, മനസ്സ് ക്ലിയർ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ആ വ്യക്തിയോട് ഒന്ന് ചിരിക്കാൻ പോലും നമ്മൾ റെഡി ആയിരിക്കും, സംസാരിക്കാൻ റെഡി ആയിരിക്കും. നമ്മുടെ മനസ്സ് അതിനു വേണ്ടി റെഡിയാവും. ഇൻവൈറ്റ്സ് ഡിവൈൻ ക്ലെൻസിങ്. എല്ലാം ഒരു സ്പിരിച്വാലിറ്റി ബേസ്ഡ് ആണ് അല്ലേ. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലും നമ്മൾക്ക് എന്തിനാണ്? ദാറ്റ് ഈസ് ഓൾസോ റിച്വൽ. ഇതൊക്കെ നമുക്കൊരു റിച്വലായി മാറി. മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് തന്നെ ഒരു റിച്വലായി മാറിയിരിക്കുകയാണ്. എന്തിനാണ്? നമുക്ക് ദിവസം ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലോട്ടേക്ക് തുടങ്ങാം എന്നുള്ളത്. അതുപോലെ തന്നെ എന്ത് തുടങ്ങുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമുക്കിത് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. റിസ്റ്റോഴ്സ് ഇന്നർ പീസ് അല്ലെ, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഹോപ്പ് നോക്കുന്നു. റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. തീർച്ചയായും ഇത് സംഭവിച്ചിരിക്കും. നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറഞ്ഞു കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംപ്രൂവ്സ് റിലേഷൻഷിപ്സ് അല്ലേ. നമ്മൾ എല്ലാവർക്കും വേണമെന്നൊരു കാര്യമാണ് അല്ലേ, എങ്ങനെ നമ്മളെ കൂടെയുള്ളവരുടെ ഉള്ളൊരു റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ. എൻഹാൻസസ് ഇമോഷണൽ ക്ലാരിറ്റി. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ ഇമോഷണൽ, ചിലപ്പം ചില ആൾക്കാർ
അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ സാധിക്കാറില്ല, അല്ലെ? സങ്കടം വന്നു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് അടക്കി പിടിച്ച് ഉള്ളിൽ ഇതിങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ദേഷ്യം കൃത്യമായിട്ട് ഓവർ ആവാതെ നമ്മൾ അവരെ എന്താണെന്നുള്ളത് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെ? അത് എക്സ്ട്രീമിലോട്ടേക്കൊന്നും പോവാതെ, അല്ലെങ്കിൽ രണ്ട് വിധത്തിലും മോശമാണ്. നമ്മൾ ഉള്ളിൽ അത് ഒരുപാട് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ തന്നെ വെച്ച് അവിടെ വെച്ച് കഴിഞ്ഞാലും അത് നമ്മളെ തകർക്കും. അതുപോലെ തന്നെ പുറത്തോട്ടേക്ക് അത് പ്രകടിപ്പിക്കുമ്പോൾ അത് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ, ലിമിറ്റിനപ്പുറം ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് ദോഷം തന്നെയാണ്, അല്ലെ? അപ്പൊ എന്തിനും ഒരു മിതത്വം പാലിക്കാം. അത് പ്രകടിപ്പിക്കണം, പക്ഷെ ആ പ്രകടിപ്പിക്കേണ്ട രീതി, അല്ലെ? അതൊക്കെയാണ് നമ്മൾ പ്രധാനം. അത് ആ ഒരു കൺട്രോൾ കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണിത്. പ്രൊമോട്ട് സെൽഫ് ലവ്. അതേ പറഞ്ഞു, ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിച്ചു തുടങ്ങുകയാണ്. അവിടെയാണ് ആദ്യം പറഞ്ഞ ഒരു കാര്യം. അതായത് സെൽഫ് ലെവലിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പ്രാക്ടീസ് ഒക്കെ തുടങ്ങുന്നത്. ആദ്യം നമ്മളെ ഉള്ളിലാണ് എല്ലാം റെഡി ആവേണ്ടത്. ഹീൽ ourselves so that you can heal the world around us, the society. നമ്മൾക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് എന്താ ഹീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, yeah. So when can you practice? During emotional distress. നമുക്ക് ഇമോഷണലി നമ്മൾ ആകെ തകർന്നിരിക്കുന്ന ഒരു സമയത്ത്, ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ടുള്ള മനസ്സ് വളരെ അസ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് കണ്ണടച്ച് ഒന്ന് നമ്മളിലോട്ടേക്ക് തന്നെ അതൊന്ന് ഫോക്കസ് ചെയ്ത് എന്ത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കാരണം കൊണ്ടാണോ ഈ ഒരു ഡിസ്ട്രെസ് സംഭവിച്ചിരിക്കുന്നത്, ഒരു സമാധാനക്കേട് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതെന്താണ് ഇത് 4 കാര്യം നമുക്ക് ഉരുവിട്ടുകൊണ്ടേയിരിക്കാം. ഉരുവിടുന്നത് പോലെ തന്നെ നമുക്കിത് എഴുതാൻ പറയണ്ട. ഒരു പേപ്പർ മതി, ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യം. നമ്മളിതിങ്ങനെ എഴുതുക, ഈ 4, അതായത് ഐ എം സോറി, ഫോർഗീവ് മീ, താങ്ക് യു, ഐ എം സോറി, ഐ ലവ് യു എന്നുള്ളത് നമ്മൾ എഴുതി ഒരു നമുക്ക് കഴിയുന്നത്ര എഴുതാം. ആ മനസ്സൊന്ന് ശാന്തമാകുന്നവരെ ഉരുവിട്ടുകൊണ്ട് എഴുതാം. അത് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസാണ്. ഡ്യൂറിങ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്, ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ദിവസം എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യം, ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവാം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. അപ്പം ആ കോൺഫ്ലിക്റ്റ്, അല്ലേ, വീട്ടിൽ കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ, അതുപോലെ ഈ വഴക്കുകൾ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഹെൽത്ത് ചാലഞ്ചസ്, അല്ലേ, നമുക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കിത് ഉരുവിട്ടുകൊണ്ടിരിക്കാം. നമ്മളെ തന്നെ ഹീൽ ചെയ്യാണ്. ഹീലിംഗ് ആദ്യം സ്പിരിച്വൽ ഹീലിംഗ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു ഫിസിക്കലായിട്ടുള്ള വേദനകളൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡെയിലി മൈൻഡ്ഫുൾ പ്രാക്ടീസ്, ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നത്, ആ മെഡിറ്റേഷൻ്റെ കൂടെ തന്നെ ഇതും നമുക്ക് ചെയ്യാം. അപ്പം ഇത് ഇപ്പോൾ ഏതായാലും ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഡെയിലി മെഡിറ്റേഷൻ മോർണിംഗ് എപ്പോഴാണ് നിങ്ങൾക്കൊരു 5 minutes നിങ്ങൾക്കൊന്ന് ഇതുപോലെ ക്ലോസ് യുവർ ഐസ്, ബ്രീത്ത് ഡീപ്ലി, ഇതൊക്കെ നമ്മളിപ്പം കുറച്ച് നേരത്തെ ചെയ്തതാണ്. ആ മെഡിറ്റേഷൻ, ആ ഒരു ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് ലെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ 4 മന്ത്രകളും നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റ് ദ 4 സ്റ്റേറ്റ്മെന്റ്സ് സ്ലോലി, വളരെ പതുക്കെ അത് അറിഞ്ഞ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതെന്താണ്, എന്തെങ്കിലും പർട്ടിക്കുലർ ഒരൊറ്റ കാര്യം മാത്രം ഓരോ സമയത്തും, ഓരോ പ്രാക്ടീസിൻ്റെ സമയത്തും, ഓരോ സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും, മന്ത്രം ഒഴുകുന്ന സമയത്തും ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. നമ്മൾ എഴുതുകയാണെങ്കിൽ അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അനുഭവം, നമ്മൾ ഒരുപക്ഷെ ചൈൽഡ്ഹുഡിൽ നടന്ന എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു ട്രോമയായിരിക്കാം. ആ ട്രോമയിൽ നിന്ന് നമുക്ക് പലരോടും വെറുപ്പ് വന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. അത് മാത്രം, ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യാണ്. അതിൽ നിന്ന് നമ്മളൊന്ന് ഹീൽ ചെയ്യാണ്. അപ്പോൾ തന്നെ എല്ലാം ഒന്ന് മനസ്സൊന്ന് ശാന്തം. ഇത് ഒറ്റ ഒരു തവണ ചെയ്തത് കൊണ്ട്
ആവണമെന്നില്ല, പക്ഷെ നിരന്തരമായിട്ട് നമുക്ക് ഒരു കുറച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു ട്രോമയാണെങ്കിൽ അതൊന്ന് റിലീസ് ആവാൻ ഒരു പക്ഷേ നമ്മൾ 1 വീക്ക് ഒക്കെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ആ ഒരൊറ്റ കാര്യത്തിനെ കുറിച്ച് മാത്രമായിരിക്കണം നമ്മളുടെ തോട്ടിൽ വരേണ്ടത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ തന്നെ സ്വയം ഒരു നമ്പർ ഫിക്സ് ചെയ്യാം. അതായത് ഇപ്പം ഒരു 50 ടൈംസ് ഞാൻ എഴുതുകയാണ്. ഞാൻ എഴുതി കഴിയുമ്പോഴത്തേക്കും എവറിത്തിങ്, അല്ലെങ്കിൽ ഞാൻ ഉരുവിടുകയാണ്, അപ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആവും എന്നുള്ളൊരു തോന്നലോടുകൂടി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ടെക്നിക് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു 50 ടൈംസ് അല്ലെങ്കിൽ 100 ടൈംസ് ഒക്കെ കഴിയുന്ന പോലെ. ഇതിനൊരു കുറഞ്ഞതൊരു 5 ടൈംസ് എന്നാണ് ഈ ഇത് ഉരുവിടണം എന്ന് പറയുന്നത്. 5 ടൈംസ് ഈ നാല് കാര്യങ്ങളും ഒരു സെറ്റായിട്ട് ഒരു 5 to 7 ടൈംസ്, ഒരു 10 ടൈംസ് അങ്ങനെ നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്യാം, നമ്മൾ മൈൻഡിൽ ഒന്ന് ഫിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അത് ആ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകുമ്പോഴത്തേക്കന്നെ, അല്ല ഫസ്റ്റ് ആ ഒരു 10 ടൈംസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എന്തോ ഒരു മാറ്റം നമുക്ക് വന്ന് തുടങ്ങും. അത് ഗ്യാരണ്ടി. ഇത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും ഉണ്ടായത്. ഇപ്പം ഞാനും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്പ് മീ അ ലോട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നർ ഹീലിങ്ങിന് വേണ്ടിയിട്ട് വളരെ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും നല്ല രീതിയിലും ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രാക്ടീസും കൂടിയാണ്. സോ ട്രൈ ഡൂയിങ് ദിസ് ആൻഡ് ഫോക്കസ് ഓൺ ലെറ്റിംഗ് ഗോ. എല്ലാം ലെറ്റ് ഗോ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? എല്ലാം പിടിച്ച് നമ്മുടെ മനസ്സിനുള്ളിലോ അല്ലെങ്കിൽ ശരീരത്തിലോ അടിഞ്ഞു കൂടി നിൽക്കുന്നതിനേക്കാളും നല്ല അതൊക്കെ ഒന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളത്. എല്ലാവർക്കും അത് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കണം, അല്ലേ? ഓക്കെ, ഇത് എപ്പോഴൊക്കെ ചെയ്യാം? ഇതിനെ കൊണ്ട്, അതായത് ഈ ഒരു ഓപ്പൺ പ്രാക്ടീസ് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാം? റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ്, ഫാമിലി ആൻഡ് വർക്ക് റിലേഷൻഷിപ്സ്, പാസ്റ്റ് ഇമോഷണൽ വേർഡ്സ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സെൽഫ് ഹീലിംഗ് ആൻഡ് കോൺഫിഡൻസ് ബിൽഡിംഗ്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇപ്പം ഫാമിലി കോൺഫ്ലിക്ട്സ്, ഒരു പക്ഷേ പിന്നെ നമ്മൾ വീട്ടിലുള്ള സമയത്ത് ചിലപ്പോൾ 2 പേര് തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാകുന്ന സമയത്ത് മൂന്നാമതൊരാളായിട്ടുള്ള എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഇത് ഞാൻ ഈ മന്ത്രം നമ്മൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് ആ നമ്മുടെ മുന്നിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതായിട്ട് ഒരു മന്ത്രമായിട്ട് നമുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അവിടെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഹോസ്പിറ്റൽ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെന്റൽ ഇഷ്യൂസ് നേരിടുന്ന ഒരു അവിടെയുള്ള പേഷ്യൻസ് ഒക്കെ മെന്റലി ഇതായിട്ടുള്ള ആൾക്കാരാണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അവിടെ ഒരു സൈക്കോളജിസ്റ്റ്, ഇത് നെയിം ഡോക്ടർ ഹ്യൂലൻ. നിങ്ങളത് ഇവിടെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഹ്യൂലൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അപ്പോയിന്റഡ് ആയി ആ ഹോസ്പിറ്റലിൽ. അപ്പം അദ്ദേഹം ഈ പേഷ്യൻസിനെ കാണും. ഒരുപാട് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടുള്ള കേസസ് പോലും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പേഷ്യൻസിനെ കാണുന്നതിന് മുന്നേ തന്നെ അവരുടെ കേസ് സ്റ്റഡി ചെയ്തു. അവരുടെ റെക്കോർഡ്സിൽ നിന്നും കേസ് സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടീസ് ആ പേഷ്യൻസിനെ കാണുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഓപ്പൺ ടെക്നിക് പ്രാക്ടീസ് ചെയ്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ക്രമേണ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ മെന്റൽ ഇഷ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഹീലിംഗ് തുടങ്ങിയെന്നാ. ഹീൽ ചെയ്തു പലരും ഈ വയലൻ്റ് ആയിട്ടുള്ള കേസസ് ആയിട്ടില്ല. അയാൾ വേറെ ഒരു മരുന്നോ മന്ത്രമോ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പകരം ഈ ഒരു കാര്യം മാത്രം അയാളൊന്ന് ചെയ്തു. ഓപ്പൺ പ്രാക്ടീസ് ഫോർ ദം. അയാളാണ് മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നത്, ഇവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്. ഈ പേഷ്യൻസിനെ മനസ്സിൽ അവരുടെ കേസ് സ്റ്റഡി വെച്ചിട്ട് ഓരോരുത്തരെയും വെച്ചിട്ട് അവരുടെ ആ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം ജസ്റ്റ് ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഓരോരുത്തർക്കായിട്ട് ഈ മാറി അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ ഊട്ടിയെന്നാണ് പറഞ്ഞത്. അതായത് പിന്നീട് അവിടെ ഒരു മെന്റൽ പേഷ്യൻസും ഇല്ല, വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല. അവിടെ അഡ്മിറ്റ് ആയവരൊക്കെ പോയി ഹോസ്പിറ്റലിൽ പിന്നീട് പൂട്ടേണ്ട ഒരു അവസ്ഥയിലോട്ടേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടീസിന് വളരെ കോമൺ. ഇറ്റ്സ് കേസ് സ്റ്റഡി. ഈ ഒരു സംഭവം നടന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കാണാം. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്, നമ്മൾ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് അറിയുന്ന വ്യക്തികൾക്ക്
ഹീലിംഗ് കൊടുക്കാൻ പറ്റും. അപ്പം ഹീൽ യുവർ സെൽഫ് ടു ഹീൽ അതേഴ്സ് എന്നാണ്. ആദ്യം എന്നെ തന്നെ ഹീൽ ചെയ്യാം, എന്നിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ, അൺഹീൽഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇമോഷൻസും നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പിന്നെ പ്രയാസങ്ങൾ, അസുഖം, മാനസികമായിട്ടുള്ള അസുഖം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസുഖം ഒക്കെ ആയിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഇത്തരത്തിൽ അൺഹീൽഡ് ആയിട്ടുള്ള, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള, പരിഹരിക്കപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് ഇതാണ് നമ്മൾക്ക് രോഗങ്ങളായിട്ട് മാറുന്നതെന്നുള്ളൊരു ആണ്. പലപ്പോഴും ഈ രോഗാവസ്ഥ, ക്യാൻസർ പോലെയുള്ളതൊക്കെ പലപ്പോഴും പറയുന്നത് കേൾക്കാം. നമ്മൾ അറിഞ്ഞിട്ട് സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണിത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ടെക്നിക്ക് ഇസ് വെരി ഹെൽപ്ഫുൾ ടു ഹീൽ ourselves so that we can heal others. Okay. Okay. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സ്വയം ആദ്യം ഒന്ന് ഹീൽ ചെയ്തിട്ട്, ഹീലിംഗ് സ്റ്റാർട്ട്സ് വിത്തിൻ. ഫോർഗിവ്നെസ് ഫ്രീസ് ദ സോൾ. നമ്മൾ ആത്മാവിനെ ഒന്ന് ഫോർഗിവ്നെസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, നമ്മൾ ആദ്യം നമ്മളോടും ഫോർഗീവ് ചെയ്തു, ചുറ്റുള്ളവരോടും ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനും ആത്മാവിനും തന്നെ ഒരു ശാന്തത ലഭിക്കുന്ന ഒരു സിറ്റുവേഷനായി മാറും. പ്രാക്ടീസ് ഡെയിലി. ദിവസവും നമ്മളിത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ മോർണിംഗ് സർക്കിളിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി ഒരു മെഡിറ്റേഷൻ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം പോസിറ്റിവിറ്റി ആണെന്ന്. അതോടൊപ്പം ഈ ഒരു ചെറിയ പ്രാക്ടീസും കൂടി കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് എനിക്ക് തോന്നുന്നു, നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത്. എല്ലാവരും എനിക്കറിയാം, ഇപ്പം പലരും ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ മോർണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആയിരിക്കാം. അതോടൊപ്പം തന്നെ ഇതും കൂടി കുറഞ്ഞത് 5 തവണ നിങ്ങൾ ഡെയിലി എഴുതുക. സ്വയത്തിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് എഴുതുക, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മൾ ചുറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എഴുതാം. ഈ എഴുതുന്ന സമയത്ത് ഈ പറയുന്ന ഐ എം സോറി എന്ന് പറയുന്നതോടൊപ്പം സ്വയം സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കും കൂടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പേര്, ഇപ്പം എന്നെ എന്ത് പേര് വെച്ചിട്ടാണ് മറ്റുള്ളവർ വിളിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ നമ്മൾ വിളിക്കാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ടാവുമല്ലോ. നമ്മൾ സ്വന്തം പേര് തന്നെ ആയിരിക്കണമെന്നില്ല, നമ്മൾ പെറ്റ് നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന പേര് വിളിക്കാനാണ്, മറ്റുള്ളവർ വിളിച്ച് കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് തോന്നുന്ന ആ പേര് വെച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് എഴുതുക, അല്ലെങ്കിൽ മനസ്സിലൊരുവിടുക. അതായത് നമ്മൾ പേര് വെച്ചിട്ട് പറഞ്ഞു നോക്കാം, ഐ എം സോറി, എൻ്റെ പേര് ഐ എം സോറി ഷീബ. ഇപ്പോൾ ഷീബ എന്നതിന് പകരം എന്തെങ്കിലും പേരാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ അത് വെച്ചിട്ട്, അപ്പോൾ അത് ആ രീതിയിൽ തന്നെ എഴുതാം, ഐ എം സോറി ഷീബ, പ്ലീസ് ഫോർഗീവ് മീ ഷീബ. അങ്ങനെ കൂടി ഇറ്റ്സ് മോർ എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. സോ ട്രൈ ടു പ്രാക്ടീസ് ദിസ് ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി see, I experienced it, so that's why I'm promoting this. So please, I request everyone to start this from today itself so that we can heal the world. അല്ലേ? ഏറ്റവും ആവശ്യമാണല്ലേ ഇന്നിപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ നമ്മൾ ശാന്തിയുടെ സന്ദേശം കൊണ്ട് ആണ് എല്ലാവർക്കും അതാണ്. ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആഘോഷം തന്നെ അതാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ, ഒരു ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയാവട്ടെ, ലൈഫ് പോസിറ്റീവ് ആവട്ടെ, എല്ലാവർക്കും ഹീലിംഗ് സംഭവിക്കട്ടെ. ഈ ഒരു പ്രാക്ടീസ് കൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സെഷൻ നിർത്താണ്. സോ എവരിവൺ ഹാവ് എ നൈസ് ഡേ, എൻജോയ് ദ ഹോളിഡേ. താങ്ക് യു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഐ ഹോപ്പ് ദ ക്ലാസ് വിൽ ബി എഫക്റ്റീവ് ആൻഡ് വാസ് ഇൻട്രസ്റ്റിംഗ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ്. Good morning, Shiba ma'am. Good morning. Oh, sorry. ഗുഡ് മോർണിംഗ്. Answer, sir.
ഓക്കെ, പറഞ്ഞോ മാം. പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളതേ, ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ മന്ത്രം തന്നെയാണ് നമ്മൾ ഉരുവിടുന്നത് ശരിക്കും. ഇതിന് യെസ്, ഹോപ്പനോപ്പനോ എന്ന് വിളിക്കാനുള്ള കാരണം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഹോപ്പനോപ്പനോ എന്ന് പറയുന്നത് ആ ഒരു അത് പണ്ടേ ഉള്ളൊരു പ്രാക്ടീസ്. അതിപ്പം പുതുതായിട്ട് കൊണ്ടുവന്നൊരു പ്രാക്ടീസ് അല്ല. ഹവായൻ പ്രാക്ടീസ്, ഒരു ഹവായൻ അവരുടെ റിച്വലാണിത്. ഇത് നമ്മളെ പ്രാർത്ഥന നമ്മൾക്ക് ചെയ്യുന്ന നമ്മളൊരു കമ്മ്യൂണിറ്റി ചെയ്യുന്ന പ്രാർത്ഥന പോലെ തന്നെ ഒരു ഹവായിലുള്ള ഒരു പ്രാർത്ഥന റിച്വലാണിത്. അപ്പൊ ഇത് പറഞ്ഞല്ലോ, ഹോപ്പനോപ്പനിന്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ ആ ഒരു ഇറ്റ് ഈസ് എ മാനിഫെസ്റ്റിംഗ് തിങ്. അവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഡോക്ടർ ചെയ്തത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ. അദ്ദേഹം അവർക്കൊരു ഹീലിംഗ് ആണ് മാനിഫെസ്റ്റ് ചെയ്തത് ആ ഒരു പ്രാർത്ഥനയിലൂടെ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ആ ഒരു മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ഇതും കൂടി ചെയ്ത് ഇറ്റ്സ് മോർ എഫക്റ്റീവ് എന്നാണ്. കാരണം എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ്. നമ്മൾ ഒരു ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതണം, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. മനസ്സുകൊണ്ട് നമ്മൾ പലരോടും ആ ഒരു നന്ദി അറിയിക്കണം. അവിടെ നമ്മൾക്ക് വേദന ഉണ്ടാക്കിയവരോട് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്ന് തന്നെയാണ്. അപ്പൊ അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണ് ഈ ഒരു ഹോപ്പനോപ്പന ടെക്നിക്ക്. ഒരു പേരിട്ട് അതിന്റെ ഇഫക്റ്റീവ്നെസ് കൂടി പറയുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് ഒന്ന് ശ്രമിക്കാനെങ്കിലും എല്ലാവരും റെഡി ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് വെരി സിമ്പിൾ. ഏറ്റവും എളുപ്പത്തിലുള്ള 4 മന്ത്രങ്ങളാണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ മാനിഫെസ്റ്റിംഗ്. ഏറ്റവും കൃത്യമായി നമുക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കും കൂടിയാണ്. ഹീലിംഗ്, മാനിഫെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്താൽ മാത്രമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ടേക്ക് സംഭവിക്കുന്നുള്ളതാണ് സത്യം. വരേണ്ട കാര്യം ഏതാണ്? മൈൻഡ് ഓപ്പൺ ആക്കുക. ആ ഓപ്പൺ ആക്കിയിട്ട് അത് പറയുമ്പോഴാണ് അത് യെസ്, റിയലൈസ്. ദാറ്റ് ഇസ് ദ പോയിന്റ്. ഈ ഹീലിംഗ് സംഭവിക്കുക, നമ്മൾക്കൊരു ഹീലിംഗ് സംഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡും നമ്മുടെ മൊത്തത്തിൽ അങ്ങനെ ഓപ്പൺ ആയി എന്നുള്ളത്. ആ ഓപ്പൺനെസ്സിലാണ് പിന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ വന്ന് ചേരാനുള്ള സ്പേസ് ആണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്പേസ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണല്ലോ. നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവും ക്ലിയർ ആയി കഴിഞ്ഞാൽ അവിടെ സ്പേസ് വന്നു. സോ വാട്ട് എവർ വി ആർ മാനിഫെസ്റ്റിംഗ് വിൽ കം ടു അസ്, നമുക്ക് ഹാപ്പൻ ചെയ്യും. അപ്പൊ ആദ്യം നമ്മളത് ക്ലിയർ ആക്കുക, ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഹീലിംഗിലൂടെയാണ് ഒരു ക്രിയേഷൻ സംഭവിക്കുന്നത്, ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ബിന്ദു മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഒരു ഓപ്പണിംഗ് ഓഫ് വാട്ട് എവർ ഇസ് ഇൻസൈഡ്, എല്ലാം എടുത്ത് കളയാണ്, എല്ലാം ക്ലിയർ ചെയ്യാണ് നമ്മളുടെ എല്ലാ നെഗറ്റിവിറ്റി. ലെറ്റ് ഗോ ചെയ്യുക. യെസ്. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ഫോർ ഷുവർ ആണ്, ഇറ്റ് റിയലി ഹെൽപ്സ്. ഞാൻ അതൊരു ഉദാഹരണമാണ്, എക്സാമ്പിൾ. ഓക്കെ, സോ ഹാപ്പി ടു ഹിയർ മാം. ജീവിതത്തിലെ പ്രയാസങ്ങളില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. ഇല്ല. നമ്മൾ അതിനെ ഒരു പ്രയാസമായി കാണുമ്പോഴാണ് നമ്മളെ ലൈഫ് അവിടെ ഷട്ട് ഡൗൺ ആയി ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ പിന്നെ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടേക്ക് എത്തുന്നത്. അപ്പം അതിന് പകരം ആ ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രാഫിക്കിൽ നമ്മൾ പെട്ടു നമ്മൾ ഇപ്പം നെഗറ്റീവ് അടിക്കുന്ന ഒരാളാണ്, ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ ആ ട്രാഫിക് ബ്ലോക്ക് തീരുന്നത് വരെ ആള് എന്തൊരു കഷ്ടമാണ് ഇതിപ്പോ ആ ഒരു രീതിയിലായിരിക്കും അല്ലെ. ചിലപ്പം പലരെയും ചീത്ത വിളിക്കുന്നുണ്ടാവും, മനസ്സുകൊണ്ട് ശപിക്കുന്നുണ്ടാവും. അതിന് പകരം നമ്മൾ ആ ഒരു സമയത്ത് വളരെ ഒരു ചിലപ്പോൾ ഒരു 5 മിനിറ്റിന്റെ ബ്ലോക്ക് ആയി, ആ 5 മിനിറ്റ് നമുക്ക് ഈ ഒരു മന്ത്രം വിട്ടാൽ തന്നെ അവിടെ ആ ഒരു നമ്മള് മൈൻഡ് ക്ലിയർ ആയി. നമ്മൾ വെറുതെ നിറക്കാണ്, നമ്മൾ വെറുതെ നെഗറ്റിവിറ്റി നിറക്കാണ്. അതിന് പകരം നമ്മൾ പോസിറ്റീവായിട്ടില്ല ഇത്രയും നല്ല 4 മന്ത്രങ്ങൾ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ തന്നെ അവിടെ മനസ്സ് ശാന്തം. നമ്മൾ ചുറ്റുമുള്ളതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. എല്ലാവരും ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇത് നമ്മൾ എന്തിനു നമ്മൾ പ്രയാസപ്പെടുന്നു? സോ ലെറ്റ് ഗോ. തന്നെ മാം പറഞ്ഞു, ലെറ്റ് ഗോ. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണാം. എന്തിനാ വെറുതെ? ലെറ്റ് സ്റ്റാർട്ട് ഫോർ ഗിവിങ് അസ്. ഇപ്പൊ ഇത്രയും കാലം നമ്മൾ പറഞ്ഞ എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം തന്നെ സോറി പറയാ, ഫോർഗീവ് ചെയ്യാം. ആൻഡ് ലൈഫ് ഷുഡ് മൂവ് ഓൺ. ഇഗ്നോർ ഓൾ ദ നെഗറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ ലൈഫിൽ ഇഗ്നോർ ചെയ്യാം. ആര് നമ്മളുടെ എന്ത് വന്ന് മോശം പറഞ്ഞാലും ചീത്ത വിളിച്ചാലും നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞാലും ലെറ്റ് ഗോ, ജസ്റ്റ് ഫോർഗീവ് ദം. അവരാണ് നമ്മളെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് യെസ്, ആണ് അതാണ് പറഞ്ഞത്. പോസിറ്റീവ് ആക്കുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത് അതുകൊണ്ടാണ്. അവരോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തോന്നുന്നു, താങ്ക് യു എന്ന് പറയാൻ തോന്നുന്നത് പോലും ഇവരൊക്കെ ആയിരിക്കും നമ്മളെ ലൈഫിൽ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ലെവലിലോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ആരും അറിയപ്പെടാതെ ഒരു മൂലയിൽ
കഴിഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്തുകൊണ്ട് ലൈഫ് മൊത്തം തീർന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇത്രയും വളർന്ന് ആൾക്കാർ നമ്മളെ ലൈഫ് ഒന്ന് പച്ച പിടിച്ചത് ഒരു പക്ഷെ ആ ഒരൊറ്റ മനുഷ്യൻ കാരണമായിരിക്കാം. ബ്രൈറ്റ് ആവുന്നത് മുഴുവൻ ആ നെഗറ്റീവ് ആയിരിക്കും നമ്മളെ. സോ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, കാരണം ഇത് വളരെ നല്ലൊരു എല്ലാവർക്കും ഹീലിംഗ് ആവശ്യമാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവും അല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു പോസിറ്റീവ് വരും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. യെസ്, പറഞ്ഞില്ലേ പേര് കൂടി എഴുതിക്കോളാൻ പറഞ്ഞില്ലേ, അതെ അത് അതെ പ്ലീസ് ഫോർഗീവ് മീ കഴിഞ്ഞിട്ട് പേര് എഴുതുന്നത് സെൽഫ് ആയിട്ടാണോ അതോ നമ്മൾ അതെ. അല്ല അതിപ്പം സെൽഫാണ്. നമ്മൾ സെൽഫ് ഹീലിംഗിനാണെങ്കിൽ നമ്മൾക്ക് നമ്മളെ പേര് എഴുതാം. ഇനിയല്ല നമ്മൾക്ക് ആരോടാണോ നമുക്ക് വിദ്വേഷം, വെറുപ്പ് ഒക്കെ അവരുടെ പേര് എഴുതാം. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ അപ്പം ഇറ്റ് ഹെൽപ്സ്. അപ്പം അതാണ് ഞാൻ ജസ്റ്റ് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സ്വയം പറയുമ്പോൾ നമ്മളെ പേര്, ഇനി അവരുടെ അടുത്താണെങ്കിൽ അവരുടെ പേര്. വിടുന്ന സമയത്തും അങ്ങനെ തന്നെ ഒരു ആ വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക്, കാരണം പലപ്പോഴും ചിലപ്പോൾ നമ്മളിനി ഒരിക്കലും കണ്ടുമുട്ടാത്തൊരു വ്യക്തിയായിരിക്കാം. അവരൊന്നും പോയിട്ട് അവരോട് മുഖത്ത് നോക്കി ഒരുപക്ഷെ നമ്മൾ തെറ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും പരിശുദ്ധരല്ലല്ലോ. നമ്മളെ ഭാഗത്ത് നിന്ന് നമുക്ക് അയാളൊന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് മാപ്പ് ചോദിക്കാമായിരുന്നു എന്ന് തോന്നുന്നവരുണ്ടാവാം. അപ്പം നമുക്ക് അതിൽ വിഷമിച്ചിരിക്കുന്നവരുന്ന സമയമായിരിക്കാം. പകരം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒക്കെ ഒരു യൂണിവേഴ്സൽ അല്ലേ? നമ്മളെ യൂണിവേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പിന്നെ എന്താ പറയാ ഒരു ഇതുണ്ട്, കമാൻഡ്. അപ്പൊ ആ ഒരു കമാൻഡ് തന്നെയാണ് ഇത്. അപ്പൊ ആ വ്യക്തിയിലോട്ടേക്ക് നമ്മളുടെ ഈ ഒരു മന്ത്രകൾ എത്തും എന്നാണ് നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആ വ്യക്തിയോട് ഞാൻ ഈ 4 മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് അല്ലെങ്കിൽ എഴുതുകയാണ്. ആ വ്യക്തിയുടെ പേര് വെച്ച് നമ്മൾ എഴുതുകയാണ്. അത് ഒരു കമാൻഡ് യൂണിവേഴ്സിലോട്ടേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കമാൻഡാണത്. അപ്പൊ ആ കമാൻഡ് എന്താവും, ആ വ്യക്തിയുടെ മനസ്സിലോട്ടേക്ക് അല്ലെങ്കിൽ ആ മൈൻഡിലോട്ടേക്ക് എത്തും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പം ഓൺ ദ സെയിം ടൈം ആ വ്യക്തിക്കും തോന്നും എന്നോട് തെറ്റ് ചെയ്ത അവരോട് എനിക്കിപ്പം ഒന്നുമില്ല. ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് നിന്നോട് ഇല്ലടാ എല്ലാം പോയി, അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല എന്ന് പറയും. ഇപ്പം നമ്മൾ ഇത്ര കാലം നമ്മൾ അത് വെച്ചിട്ടായിരിക്കും ഇരുന്നത്. അയാൾ എന്തായിരിക്കും എന്നെ കുറിച്ച് ചിന്തിക്കുക, അയാൾ എന്നോട് വെറുപ്പായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ഇതിൽ നമ്മൾ ഈ കമാൻഡ് അവിടെ എത്തിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. യെസ് മാം. ഇൻട്യൂഷൻ പറയില്ലേ മാം, ഇൻട്യൂഷൻ പലപ്പോഴും നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എങ്ങനെ ഒരാളിനെ കുറിച്ച് ചിന്തിക്കുകയായിരിക്കും പലപ്പോഴും വീട്ടിലും ഉണ്ടാവാറുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത് ഫീൽ ചെയ്യാം. അപ്പൊ മാം പറയണ മാതിരി ഈ ഹീലിംഗ് നമ്മളെ ആ ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്ത് നോക്കിയാൽ സംതിങ് ലൈക്ക് ഇൻട്യൂഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഇൻട്യൂഷൻ ഫീലിംഗ് ഇപ്പം നമ്മൾ പലപ്പോഴും പലയിടത്തും വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. എന്താ നമ്മൾ ഒരാളെ കുറിച്ച് ഇപ്പൊ ഞാൻ ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു അല്ലെ? ഓർത്ത ഉടനെ ചിലപ്പോൾ ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പം അത് നമ്മളെ അതിശയത്തോടെ ഞാൻ ഇപ്പൊ അതാ ഒരു 5 മിനിറ്റ് നിന്നെ കുറിച്ച് എനിക്ക് അല്ലെങ്കിൽ കാണുന്നത് നിനക്ക് 100 ആയുസാണെന്ന് പറയും. അതിനെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞു വായെടുത്തിട്ടുള്ളൂ. സോ ദ ഇൻറ്റ്യൂഷൻ ഈസ് ദർ. നമ്മൾ മനുഷ്യന് എല്ലാവർക്കും ഈ ഇൻറ്റ്യൂഷൻ ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളെ മനസ്സൊന്ന് ശാന്തമായിരിക്കുമ്പോഴാണ് ഇൻറ്റ്യൂഷൻ ശരിക്കും സംഭവിക്കുന്നത്. ഈ ഒരു 6 സെൻസ് ഒക്കെ പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടെന്ന്, ബിക്കോസ് യു ഹാവ് ദ സ്പേസ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഹയസ്റ്റ് പവർ നമുക്ക് ഓൾറെഡി അറിയിച്ച് തരുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എവറി വൺ ബിലീവ്സ് ദർ ഇസ് ഹയസ്റ്റ് പവർ അല്ലെ, ഒരു ഓൾമൈറ്റി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കമാൻഡ് കൊടുക്കുമ്പം ദാറ്റ് കമാൻഡ് ഈസ് റിസീവ് ബൈ ദ ഓൾമൈറ്റി ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പേഴ്സൺ. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. നാം പതിദൈവം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. ബാക്കി ദ യൂണിവേഴ്സ് വിൽ ടേക്ക് ഓവർ ആൻഡ് മേക്ക് ഇറ്റ് ഈസി ആൻഡ് ആ ഒരു എഫക്റ്റീവ്നെസ് വരും.
ദ ഓൺലി തിങ് ഇസ് ദാറ്റ് നമ്മൾ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ദീസ് ആർ ഓൾ ടെക്നീക്സ് ടു ഹെൽപ്പ് Yeah, അവർ yeah, ലൈഫ് ടു ബിക്കം സ്മൂത്ത് ആൻഡ് സിമ്പിൾ. അല്ലേ? yeah. ലൈഫിൽ എല്ലാവർക്കും പ്രയാസം, പക്ഷെ അതെങ്ങനെ നമുക്കതൊക്കെ ലെറ്റ് ഗോ ചെയ്ത് മൈൻഡ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിനുള്ള ടെക്നിക്സ് ആണ് ഇതൊക്കെ. പണ്ട് കാലം മുതലേ ഫോളോ ചെയ്ത് വരുന്നത്. അതൊക്കെ നമ്മൾ ഇപ്പം ഈ ഒരു ഇപ്പോഴാണ് ഇതൊക്കെ പലതും നമ്മൾ അറിഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇന്ത്യൻ കൾച്ചർ ഇപ്പം എന്താ പറയണ്ടേ, വെസ്റ്റേൺ വെസ്റ്റേൺ കൾച്ചർ ഇതൊക്കെ ഇത് ഏറ്റെടുത്ത് പോകുന്നത് പോലെ അവിടുന്ന് ഇങ്ങോട്ടേക്കും വന്ന് തുടങ്ങി. ഇത് അത്രേ ഇവിടുന്ന് ഉള്ളൂ. അങ്ങോട്ട് പോയി അവിടുന്ന് ഇപ്പൊ നമ്മൾ അതേപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നു. അതെ, ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളെല്ലാം ഈ ലൈഫ് ഒന്ന് സിമ്പിൾ ആവാൻ വേണ്ടിട്ട് എല്ലാവരും ഒന്ന് അല്ലെ എങ്ങനെയാണെന്ന് സമാധാനം കൊണ്ടുവരാൻ നോക്കുന്ന അതിന്റെ ഒരു ടെക്നിക്കാണ്. സോ ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കൂടി ഞാൻ ഒന്നും കൂടി പ്രാർത്ഥിക്കാണ്. ഷീബ മാം, ഇത് പെയ്ഡ് ആയിട്ടൊക്കെ ചിലവര് ചെയ്യുന്നുണ്ട്, കോഴ്സ് പോലെയൊക്കെ. യെസ്, ഉണ്ട്, ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാനും ഇത് പഠിച്ചത്. നമ്മൾ പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ബട്ട് ഒരു എന്താ പറയണ്ടേ, നമുക്ക് നമ്മളുടെ ഇപ്പൊ മോർണിംഗ് സർക്കിളൊക്കെ ഇപ്പൊ നമ്മൾ സ്വന്തമാണ് അല്ലെ. നമ്മളെ സ്വന്തം ആൾക്കാരടുത്ത് ഇതൊക്കെ ഷെയർ ചെയ്ത് എന്താണ് ആ ഒരു പോസിറ്റീവ്, നമ്മൾ ഇത് മോർണിംഗ് സർക്കിൾ Yes, തുടങ്ങിയതിന് ഒരു പോസിറ്റീവ് അല്ലെ കൊണ്ടുവരാനാണ്. yes. സോ And ഇത് I would like to say, ma'am, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. സോ ഒരു സ്ലൈഡ് വാസ് ഹീലിംഗ്. ഐ തിങ്ക് ദാറ്റ് 4 mantras you were telling. സോ യെസ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഒരു ന്യൂ ഇൻഫോർമേഷൻ ആണ്. യുവർ സെഷൻ വാസ് വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു And മാം. then I really appreciate your calmness and your body language. It's more healing when we hear your class itself. So it's very important. നമ്മൾ ഈ ഇവിടെ വരുന്ന ഒരു അതേ രീതിയിൽ ഒരേ ലെവൽ you were taking the session. So it's very, very impressive. We have to learn from. ഞാൻ മെയിൻ ആയിട്ടുള്ളത് ഈ മോർണിംഗ് സർക്കിൾ ജോയിൻ ചെയ്യുന്നത് to learn many things. Though I'm quite elderly person, but still I feel from youngsters നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അതേ രീതിയിൽ കുറെ കാര്യങ്ങൾ ഈ കാംനെസ്, നമ്മുടെ ഇടയിൽ ഒരു കാംനെസ് വേണം. പിന്നെ ഈ forgive ചെയ്യാൻ, നമ്മൾ ഈ ഹെക്ടിക് ലൈഫിൽ ഒന്നും ചിന്തിക്കില്ല. We are always in an irritated state of mind. These sort of things I always ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ നിങ്ങളിപ്പോ പറയുമ്പോൾ നമുക്ക് ടൈം ലിമിറ്റഡ് ആയത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. We can't get it cleared from you. ഞാൻ അത് ക്ലിയർ ചെയ്യപ്പം അൻസാർ സാറും ചോദിച്ചു ഹൊപ്പനോനോ പറയുമ്പോ എന്താണെന്നുള്ളത്. ഞാൻ ആദ്യ സെഷൻ പാട്ട് കേൾക്കാത്തത് കൊണ്ട് ഐ വർക്ക് ഓൺ ഇറ്റ് so that we learn something. Is it not? So very nice, ma'am. Very nice Thank you so the way much, you ma'am. Thank you for presented. your Yes. feedback. It We really made need my day. people, ma'am, who create our day. Thank Yeah, you. exactly. See, even അത് തന്നെയാണ് ഞാൻ ഇതുപോലെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് mentors Yes. who are like this. So I definitely want to give what I receive. I want to give. ഇപ്പൊ എവിടെയാണ് ഒരു സന്ദർഭം സാഹചര്യം കിട്ടുവാൻ നോക്കുന്നത്. സോ ദിസ് ഇറ്റ് സെൽഫ് മോർണിംഗ് സർക്കിൾ ഇസ് ദ ബെസ്റ്റ് എന്താ പറയുക മീഡിയം so that I Yes. can yeah. So thank you, ma'am. ഇപ്പൊ ചന്ദ്ര മാം പറഞ്ഞൊരു പോയിന്റ് കൂടി ഉണ്ട്. പ്രായം, ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഏജ് റിലേറ്റഡ്. അതിലൊരു റിലേഷനും ഇല്ല, ഏജുമായിട്ട് ഒരു ബന്ധമില്ല. ലേണിംഗ്, നമ്മൾ മരണം വരെ നമ്മൾ ഒരു മരണാസന്നമായിട്ട് കിടക്കുന്ന സമയത്ത് പോലും നമുക്ക് ലേണിംഗ് ചെയ്യണം. വി ഷുഡ് ബി ഓപ്പൺ അവർ മൈൻഡ്. കാരണം അത്രയും വാസ്റ്റാണ് ഈ ലോകത്ത് Yes. ഉള്ള നോളജ്. അപ്പൊ മാം We can't. ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ മാം പറഞ്ഞു ദിസ് ഇസ് എ ന്യൂ സംതിങ് ദാറ്റ് യു ഹവ് ലേൺഡ് ന്യൂ. എനിക്കറിയില്ല. ഇപ്പൊ എനിക്കറിയാം, പലർക്കും അറിയാം, പലർക്കും അറിയില്ല, അതിനു. പക്ഷെ ഒരാളത് പറയുമ്പോഴാണ് ഐ റിയലൈസ് ദാറ്റ് ടുഡേ ഐ ഹാവ് ഗിവൻ ഒരു നോളജ്. So Yes. I thank myself, I thank universe because I got an opportunity. So once again, before ending the session, let me thank Wimble Academy for such a beautiful എന്താ പറയണ്ടേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പം എല്ലാവരും യൂസ് ചെയ്യുക. മെയിൻ തിങ് ഇസ് വട്ട് എവർ വി ഹാവ്, വട്ട് എവർ ലിറ്റിൽ നോളജ് വി തിങ്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്ന് തോന്നിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്കുള്ള എന്ത് കുഞ്ഞ് നോളജും നമ്മൾ ഈ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് റിയലി മേക്സ്, ആർക്കാണ് അത് ഉപയോഗപ്പെടുത്താൻ വരുവാന്ന് അറിയില്ല. സോ ഐ എം ഹാപ്പി ദാറ്റ് ടുഡേ
I got this opportunity. So thanks to everyone, Sajna ma'am, and whoever ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവരോടും വലിയൊരു നന്ദിയുണ്ട്. കാരണം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് വളരട്ടെ, ഈ ഒരു കമ്മ്യൂണിറ്റി വളരട്ടെ അല്ലേ, ഇനിയും ഇനിയും വളരട്ടെ. സോ വിൽ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ. Have a nice day, ma'am. Thank you. Nice day. Thank you, ma'am. Thank you.